ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി അങ്കമാലിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ബാങ്കിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോച്ചൂട്ടൻ അംഗൻവാടിയിൽ പോയിട്ടുണ്ട്, അന്നമ്മോൾ ഇവിടെ ഉണ്ട് കേട്ടോ. അവൾ ഇനി എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല. അപ്പം നമുക്ക് എന്തായാലും കാണാം. അപ്പം അന്നമ്മോൾ ഇവിടെ ഇരിക്കണ്ട കേട്ടോ. അന്നമ്മോൾക്ക് മോച്ച് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കരച്ചിലും ലഹളയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോവാണെന്ന് അറിയുമ്പോൾ അവളെങ്ങനെയായിരിക്കും എന്നൊന്നും അറിയില്ല. പിന്നെ അവളെയും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, കാരണം അവർക്ക് അങ്ങനെ കുറേ നേരം നമ്മളിരിക്കുന്ന പോലെ ഒന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് അവരുടേതായ രീതിയിൽ നടക്കുകയൊക്കെ ചെയ്യണ്ടേ. അതുകൊണ്ട് അന്നമ്മോളെ കൊണ്ടുപോകാണ്ടാണ് പോണത്. അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ബാങ്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി എന്തായാലും അങ്കമാലിലാണ് വർക്ക് ചെയ്യണം. അപ്പോൾ ചേട്ടായിയുടെ കൂടെ കാറിലാട്ടോ പോകുന്നത്. ചേട്ടായി ആണെങ്കിൽ ഇവിടെ മഞ്ഞപ്ര ഒരാവശ്യത്തിന് വേണ്ടി ഇറങ്ങിയേക്കാണ്. കാണാം. അപ്പോൾ ഇത് മഞ്ഞപ്രയുള്ള ഒരു തിയേറ്റർ ആട്ടോ. അപ്പോൾ ചേട്ടായിയുടെ ഓഫീസിലേക്ക് ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നേക്കണതാട്ടോ. അങ്ങനെയാണ് ഇവിടെ നിർത്തിയിട്ടേക്കണത്. അങ്ങനെ ഞാൻ അങ്കമാലി എത്തി. ചേട്ടായി എന്നെ ഇവിടെ ആക്കിയിട്ട്, ചേട്ടായിയുടെ ഓഫീസ് ഇവിടെ അടുത്താട്ടോ. അപ്പോൾ ആ ചേട്ടായി അങ്ങോട്ടേക്ക് പോയി. അപ്പം ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിലാണ് വന്നേക്കണേ. അപ്പം നമ്മൾ ബാങ്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ബാങ്കിൻ്റെ ഉള്ളിൽ കയറി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് കാണാം. അങ്ങനെ ഞാൻ ബാങ്കിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടാ. ഇത് നമ്മുടെ അങ്കമാലിലുള്ള ഓപ്ഷൻസാണ് ഈ സൈഡിൽ കാണുന്നത്. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അയ്യമ്പഴേക്കുള്ള ബസ്സിന് കയറണം. അപ്പം അത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്. ഇവിടെ ആട്ടോ രഞ്ജിമാറിൻ്റെ ഡോറ ബ്യൂട്ടി വേൾഡ്. അതിൻ്റെ ആ ഒരു ഇത് കാണണ്ടാവുമായിരിക്കും നിങ്ങൾ. അപ്പോൾ ബസ്സൊക്കെ നോക്കിക്കാട്ടാ. നേരിട്ടുള്ള ബസ്സിന് പോയിട്ടേ കാര്യമുള്ളൂ. പിന്നെ കയറി ഇറങ്ങി പോയിട്ടൊരു കാര്യമില്ല, പിന്നെ നോക്കി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നേരിട്ടുള്ള ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അക്ഷയയിൽ പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ അവിടെ എത്തിയിട്ട് വേണം അക്ഷയയിൽ ചെല്ലാൻ. അപ്പോൾ അതേ ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നിങ്ങൾ ഈ സ്ഥലം നോക്കിയാൽ ചേട്ടാ, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറയും. ഇത് അങ്കമാലി ഡയറീസ് മൂവിയിലെ ഇറച്ചി വെട്ടണ ചേട്ടനില്ലേ, അവരുടെ കടയാട്ടോ അത്. അങ്ങനെ ഞാൻ യൂദാപുരത്ത് എത്തിയിട്ടുണ്ട്. ഇത് ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാട്ടോ. ഇനി അവിടെ എത്തിക്കഴിയുമ്പോൾ തിരക്കുണ്ടാവും അക്ഷയയിലൊന്നും അറിയില്ല. എന്തായാലും അക്ഷയയിലും കയറിയിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോവാൻ. അന്നമോൾ എങ്ങനെയാണ്, കരച്ചിലാണോ ലഹളയാണോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല കേട്ടോ. വിളിച്ച് ചോദിച്ചില്ല. ജസ്റ്റ് അമ്മേനെ വിളിച്ചിട്ട് ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ചേട്ടനെയും വിളിച്ച് പറഞ്ഞു. അല്ലാണ്ട് അന്നമോൾ കരയാണോ എന്നൊന്നും ചോദിച്ചില്ല കേട്ടോ. ഇനി അന്നമോൾ എന്തെടുക്കാമെന്നൊന്നും അറിയില്ല. സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അവൾ ഉറങ്ങാറാണ് പതിവ്. അവളെ കൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടാവാറില്ല എന്ന് അമ്മ പറയാറ്. ഇന്നെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതേ ഞാൻ അക്ഷയയിൽ വന്നു. പക്ഷേ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. അപ്പോൾ ഇവിടെ എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി പപ്പേനെ നോക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചേട്ടായി വന്നു കഴിയുമ്പോൾ ചേട്ടായിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കണം. അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ വീട് എത്തിയിട്ടാ. വേഗം വാതിലൊക്കെ തുറന്നത് അന്നമോളെ പോയി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അന്നമോളെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവളെപ്പോഴും ഇങ്ങനെയാണ്. ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവള് കിടന്ന് ഉറങ്ങും. പിന്നെ അതേ വന്നു കഴിഞ്ഞപ്പോൾ ആൾ നല്ല ഉറക്കമായിരുന്നു. പിന്നെ എഴുന്നേൽപ്പിക്കണ്ടെന്ന് വിചാരിച്ചു, ആൾ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.